സാർ നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേരളം കേട്ട് തരിച്ചു നിന്നതാണ്. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ശബരിമലയിൽ നടന്ന മാറ്റങ്ങൾ ജനം കണ്ടറിഞ്ഞതാണ്. ആദ്യം സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ രായ്ക്ക് രായ്മാനം പോലീസിന്റെ യൂണിഫോം ഇടിവിച്ചുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകളെ കൊണ്ടുവന്ന് ശബരിമലയുടെ ആചാരങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി സ്ത്രീകളെ കയറ്റി തൊഴിപ്പിച്ചു. നവോത്ഥാന നായകൻ എന്ന പേരെടുക്കാൻ വേണ്ടി ശ്രീനാരായണ ഗുരുവിനും അയ്യങ്കാളിക്കും ഡോക്ടർ പൽപുവിനും ശേഷം താനാണ് കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ എന്ന് പേര് ഉണ്ടാക്കാൻ വേണ്ടി പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്ന സത്യവാങ്മൂലം പിൻവലിപ്പിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തിരുന്ന ശബരിമലയിൽ എന്താണോ ആചാരാനുഷ്ഠാനങ്ങൾ അതുപോലെ തന്നെ തുടർന്നു പോകട്ടെ എന്നുള്ള ആ അഫിഡാവിറ്റ് പിൻവലിപ്പിച്ച് ശബരിമലയിൽ സ്ത്രീകൾ ആരാധനാ സ്വാതന്ത്ര്യം തേടിയെത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് ദേവസ്വം ബോർഡിനെ കൊണ്ട് ഒരു അഫിഡാവിറ്റ് കുടിപ്പിച്ച് പിണറായി വിജയൻ ശബരിമലയിൽ ആചാര ലംഘനം നടത്തിയിരിക്കുന്നു. അതാണ് പിണറായി വിജയൻ സർക്കാർ ആദ്യം ചെയ്തത്. പിന്നീട് നാളുകൾക്ക് ശേഷമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. ഇനി ശബരിമലയിൽ അടിച്ചു മാറ്റാൻ ശാസ്താവിൻ്റെ വിഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അവിടെ സാധാരണ തീർത്ഥക്കിണ്ടിയും നിലവിളക്കും ഒക്കെ ഇനി ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ്. എന്തായാലും ശബരിമലയിൽ വിജയമല്യ സ്വർണ്ണ നിർമ്മിതികൾ ചെയ്തു കൊടുത്തത് മിക്കവാറും ദ്വാരപാലക ശില്പങ്ങളടക്കം എന്തിന് അയ്യപ്പൻ്റെ യോഗദണ്ഡ വിജയമല്യ വിദേശത്താണ്. അയ്യപ്പൻ്റെ യോഗദണ്ഡ രുദ്രാക്ഷം അടക്കമുള്ള എല്ലാ സ്വർണ്ണ നിർമ്മിതികളിലും ഇവർ കൈയിട്ട് വാരി എന്നുള്ളത് അവരുടെ തന്നെ, അതായത് പിണറായി വിജയൻ്റെ തന്നെ ആഭ്യന്തര വകുപ്പിൽ SIT അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ആളുകൾ എല്ലാവരും തന്നെ CPM-ന്റെ MLA-മാരും അല്ലെങ്കിൽ CPM-ന്റെ ദേവസ്വം പ്രസിഡന്റുമാരും CPM കമ്മീഷണർ അവർ നിയോഗിച്ച ആളുകളൊക്കെ തന്നെയായിരുന്നു. ഒരാൾ മാത്രമാണ് മരിച്ചുപോയത്. ഇവരെല്ലാവരും ജയിലിൽ കിടന്നു. ഈ പിണറായി വിജയൻ സർക്കാർ ഒരു ഭാഗികമായെങ്കിലും കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ സ്വാഭാവികമായ ജാമ്യം കിട്ടി ഇറങ്ങിപ്പോയി. തെളിവുകളെല്ലാം നശിപ്പിക്കാൻ ഇടയുണ്ടാക്കി കൊടുത്തു പിണറായി വിജയൻ. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു വലിയ കൊള്ളയാണ്. ശബരിമലയിൽ ഏതാണ്ട് 1.5 ലക്ഷം ലിറ്റർ നെയ്യുടെ ഒരു കൊള്ളയാണ് പറഞ്ഞു കേൾക്കുന്നത്. ശബരിമലയുടെ പ്രത്യേകത ഞാൻ പറയാതെ താങ്കൾക്കറിയാം. ശബരിമലയിലെ പ്രധാന വഴിപാട് നെയ്യഭിഷേകമാണ്. ശബരിമലയ്ക്ക് കെട്ടുനിറച്ച് പോകുന്ന ആളുകൾ മുദ്ര നിറയ്ക്കുന്നത് നെയ്യാണ്. അപ്പോൾ ഈ നിറതേങ്ങ എന്ന് പറഞ്ഞ നെയ്ത്തേങ്ങ, ഈ നെയ്ത്തേങ്ങയും കൊണ്ടാണ് ഓരോരും മുദ്ര ഇരുമുടിയെ ശബരിമല കയറുന്നത്. ആ നെയ്യഭിഷേകത്തിന് വേണ്ടി കൊണ്ടുചെല്ലുന്ന നെയ്യാണ് കോടിക്കണക്കിന് ഭക്തരെത്തുന്ന ശബരിമലയിൽ ഇതാണ് പ്രധാന വഴിപാടായി കൊടുക്കുന്നത്. അങ്ങനെയുള്ള ശബരിമലയിൽ പിന്നെ എന്തിനാണ് പുറമേ നിന്ന് നെയ്യ് വാങ്ങിക്കുന്നത് എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ മിൽമയുമായി ശബരിമല ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു കരാറുണ്ടാക്കുന്നു. മിൽമയിൽ നിന്നും മിൽമ ശുദ്ധമായ നെയ്യ് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം തന്നെയാണ് എന്നുള്ളതാണ് ഇതുവരെയും നമുക്കറിയാവുന്നൊരു കാര്യം. മിൽമയിൽ നിന്നും ശുദ്ധമായ നെയ്യ് ശബരിമല ആവശ്യപ്പെട്ട അളവിലേക്ക് എത്തുന്നു. പക്ഷെ പമ്പയിൽ നിന്ന് അത് ശബരിമലയിലേക്ക് എത്തുമ്പോൾ മിൽമയിൽ നിന്ന് എത്തുന്ന നെയ്യ് മാറ്റിക്കൊണ്ട് പകരം നിലവാരം കുറഞ്ഞ നെയ്യാണ് സന്നിധാനത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വന്നത്. ഇത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഏതാണ്ട് 1 ലക്ഷം ലിറ്റർ നെയ്യുടെ ഇടപാടുകൾ നടന്നിരിക്കുന്നു. അതായത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം സ്ത്രീകളെ കയറ്റി ശബരിമലയുടെ ആചാരങ്ങളെ ലംഘിച്ചു. പിന്നീട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തി. ശേഷം ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് ഈ മിൽമ ശബരിമലയിലെ നെയ് അഭിഷേകത്തിൻ്റെ തെറ്റിപ്പ് കൂടി പുറത്തു വരുന്നത്. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? കാരണം നമ്മുടെ ഇംഗ്ലീഷിൽ ഉൾപ്പെട്ട ഭരണത്തെ അതിൽ പ്രകടിപ്പിക്കുന്ന രീതികൾ പലപ്പോഴും സാധാരണക്കാരൻ സുപ്രീം കോടതി ഓവർഫോഴ്സുകളെ ചെറുപ്പക്കാർക്ക് കാണാം. ആ രീതി വന്നാൽ പുറമെ അതുപോലെ നെയ്യിലോ ടെലഗ്രാമായിട്ട് എത്തുന്നതിന് മുമ്പ് ഇവിടെ സ്ത്രീകളൊക്കെ DGP-ആകാൻ സാധ്യതയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ ലീഡർഷിപ്പിലാണ് നടക്കുന്നത്. ആളായിരിക്കില്ല അദ്ദേഹത്തിന് കുറ്റങ്ങളുണ്ടായിരുന്നു. മനസ്സിലുള്ള കാര്യം. പക്ഷെ ഇവിടെ ഈ രീതിയിൽ എല്ലാ സംവിധാനങ്ങളെയും തങ്ങൾക്ക് കൊള്ളയടിക്കാനുള്ള അപ്പം വീരപ്പനോ അല്ലെങ്കിൽ നമ്മുടെ സഹായങ്ങളോ വെച്ചിരിക്കണം ഒരു വീട് പഠിക്കാൻ സ്ഥാപനം ചെയ്യാൻ ഉദ്ദേശം തൻ്റെ കൊള്ളയ്ക്ക് സഹായിക്കുന്ന ആൾക്കാരെ മാത്രമേ രക്ഷിക്കുള്ളൂ. അല്ലെങ്കിൽ അമ്പലത്തിലെ പൂജാരിയെ പിടിച്ച്
അറിയാം, തോക്ക് പിടിക്കാതെ അപ്പൊ അതിലൊക്കെ എക്സ്പെർട്ടൈസ് ആയി എവിടെയാണ് എങ്ങനെയാണ് മോഷ്ടിക്കുന്നതെന്ന് അറിയാവുന്ന ഇത് എല്ലാ കൊള്ളക്കാരും പ്രതികാരത്തിലാണെങ്കിലും വീരപ്പനാണെങ്കിലും എല്ലാം ശരിയാണ്. അതിന്റെ ഇതുമായി ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരും അവരുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കുത്തിയിരിക്കുന്ന സംഗതിയാണ്. അപ്പൊ ഇവിടെ ഏറ്റവും അവസാനം നമ്മൾ കേൾക്കുന്നത് നെയ്യഭിഷേകത്തിൽ പോലും ആദ്യം വേറെ വലിയ വിദ്യാർത്ഥികളെ അതിൽ കളറങ്ങാറ്റും ഇതൊക്കെ ആരായിരുന്നു ഇത്ര നെയ്യം 10 നെയ്ത്താക്കാൻ അവർക്കാൻ തീരുമാനിച്ചു, ഇല്ല 50 പക്ഷേ നെയ്യ് എങ്ങോട്ടാ പോയെന്ന് ആർക്കും അറിയുന്നു. പിന്നെ രണ്ടാമത് അവിടുത്തെ ആവശ്യത്തിന് നെയ്യ് പുറത്തുനിന്ന് മേടിക്കാനുള്ള വ്യവസ്ഥയാണ്. അത് മിൽമയിലാണ് മേടിച്ചത്. പ്രയാഗ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിട്ടില്ല. വളരെ പെട്ടെന്ന് അത് മിൽമയിൽ നിന്ന് ആ ഓർഡർ മാറ്റി ഷിഫ്റ്റ് ചെയ്ത് പത്തനംതിട്ടയിലെ അവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് വില കൂടുതൽ, അളവ് കുറവ്. മൂന്നാമത് ഇവർക്ക് നായും ചേർത്ത് മൾട്ടിപ്പിൾ ലെവലിൽ കൊള്ളയടിക്കാനുള്ള അവസരമാണ് ആ കച്ചവടത്തിലുള്ള മാർഗങ്ങളുണ്ടായത്. അതിനെ ചോദ്യം ചെയ്യാനും അതിനന്വേഷിക്കാനും പിണറായി വിജയൻ തന്നെ ഭവനപുത്രമായ പ്രശാന്തിനെ പറ്റിയിട്ടില്ല എന്നുള്ളതല്ല, ഇത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ മനസ്സിലായില്ല നടിക്കും അതിൽ എന്നാണ്. ശബരിമലയിലെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞ നെയ്യഭിഷേകമാണ്. ഭക്തരെ കൊണ്ട് ചെല്ലുന്ന നെയ്യിൽ ഭഗവാൻ അഭിഷേകം ചെയ്ത് കണ്ട് തൊഴുത് നിർവൃതി അടയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ശബരിമലയുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഈ സർക്കാർ, ഏത് സർക്കാരും ആവട്ടെ, അധികാരത്തിൽ വരുന്ന സർക്കാരുകൾ ലാഭക്കൊതി മാത്രം കൈമുതലാക്കിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ശബരിമലയിൽ നിന്നും ഭഗവാന്റെ തിരുവാഭരണങ്ങളിൽ പെടുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയെല്ലാം അടിച്ചു മാറ്റി അവർ വിറ്റ് കാശാക്കി എന്ന് പറയുമ്പോൾ അവിടെ ശബരിമലയിലെ വിഗ്രഹത്തെ മലിനമാക്കുന്ന തരത്തിലുള്ള യാതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അവരുടെ സ്വാർത്ഥമോഹം കൊണ്ട് നീതികേട് കാണിച്ചു കൊള്ള നടത്തി എന്നല്ലാതെ ഇതിപ്പോൾ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്ന നെയ്യിൽ വരെ മായം കലർത്തി എന്ന് പറയുമ്പോൾ ആ വിഗ്രഹത്തെ പോലും അവഹേളിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ മാറുന്നു. തീർച്ചയായും ഇത് അപലപിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഒരു കള്ളക്കച്ചവടം എന്നതിലുപരി ഒരു വിശ്വാസ സംഹിതയെ ആകപ്പാടെ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ അവഹേളിക്കുന്ന പുച്ഛിക്കുന്ന തരത്തിലുള്ളൊരു ഇടപാട് കൂടിയാണ് നടന്നത്. തീർച്ചയായും ഇത് സമഗ്രമായി അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഈ സ്വർണ്ണക്കൊള്ള പോലെ അന്വേഷിച്ച് എവിടെയും എത്താതെ പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രിയും ഇച്ഛാശക്തിയുള്ള ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇച്ഛാശക്തിയുള്ള ദേവസ്വം വകുപ്പ് മന്ത്രിയുണ്ട്. ഇവരെല്ലാവരും അയ്യപ്പസ്വാമിയുടെ ഭക്തന്മാർ തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായ ഒരു കൃത്യനിർവഹണം നടത്തപ്പെടുമ്പോൾ ഇതിൽ നിയമപരമായ ഒരു വ്യവഹാരം നടക്കട്ടെ. കുറ്റക്കാർക്കെതിരെ കൃത്യമായി മാതൃകാപരമായ ശിക്ഷാ നടപടി സ്വീകരിക്കട്ടെ. അയ്യപ്പൻ്റെ പൂങ്കാവനവും അയ്യപ്പൻ്റെ തിരുവാഭരണവും എല്ലാം സ്വസ്ഥമായിരിക്കട്ടെ, അത് സംരക്ഷിക്കപ്പെടട്ടെ. എല്ലാ മണ്ഡലക്കാലം മകരവിളക്ക് കാലത്തും ഭക്തന്മാർക്ക് സുഖദർശനം ലഭ്യമാകട്ടെ, സുഖ തീർത്ഥാടനം ലഭ്യമാകട്ടെ എന്ന് മാത്രം നമുക്ക് പറഞ്ഞുകൊണ്ട് നിർത്താം.